നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ വാണിടുകനാരതം എന്നുടെ നാവുകന്മേൽ വണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യേണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ വാരിജോദ്ഭവമുഖ വാരിജാവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. ലോകമെങ്ങുമുള്ള ഭാരതീയർ ഇന്ന് ഗുരുപൂർണിമ ആഘോഷിക്കുന്നു. വേദവ്യാസ മഹർഷിയെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായാണ് സങ്കല്പിക്കുന്നത്. വേദവ്യാസ മഹർഷി ജനിച്ചത് ആഷാഢമാസത്തിലെ പൗർണമി നാളിലായിരുന്നു. അതുകൊണ്ടാണ് ആഷാഢമാസത്തിലെ പൗർണമിയെ വ്യാസപൂർണിമയായും ഗുരുപൂർണിമയായും ഭാരതീയർ ആചരിക്കുന്നത്. വേദങ്ങളെ നാലായി വ്യസിച്ചുകൊണ്ട്, അതായത് ക്രോഡീകരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് ലഭിച്ചത്. കറുത്ത നിറമുള്ളതുകൊണ്ട് കൃഷ്ണനെന്നും ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനനെന്നും ചേർത്ത് കൃഷ്ണദ്വൈപായനൻ എന്നായിരുന്നു വേദവ്യാസന്റെ ആദ്യ നാമം. പഞ്ചമവേദമായ മഹാഭാരതവും ഭക്തിപ്രധാനമായ ഭാഗവതവും വേദവ്യാസൻ രചിച്ചതാണ്. ഉപനിഷത്തുക്കളിലെ തത്വങ്ങൾ ക്രോഡീകരിച്ച് വ്യാസമഹർഷി നിർമ്മിച്ച ബ്രഹ്മസൂത്രം വേദാന്ത ദർശനത്തിലെ 3 അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. സ്വന്തം ഗുരുവിനോടും ഗുരുപരമ്പരയോടും മഹാത്മാക്കളോടും വയോധികരോടും ഒക്കെയുള്ള ആദരവും ഭക്തിയും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. വ്യക്തിയെ പരമാത്മജ്ഞാനത്തിലേക്കും ഈശ്വരപ്രാപ്തിയിലേക്കും നയിക്കുന്ന ആഘോഷമാണ് ഗുരുപൂർണിമ. വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ശ്രദ്ധയുടെയും ഉത്സവമാണ് ഗുരുപൂർണിമ. ഈശ്വരാന്വേഷണം മനുഷ്യനിലുള്ള കാലത്തോളം ഗുരുക്കന്മാരെയും ബ്രഹ്മജ്ഞാനികളെയും ആദരിച്ച് ആരാധിക്കുമെന്ന സന്ദേശമാണ് ഗുരുപൂർണിമ നൽകുന്നത്. ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം.
त्रयीवेद्यं हृद्यं त्रिपुरहरमाद्यं त्रिनयनं जटाभारोदारं चलदुरगहारं मृगधरं महादेवं देवं मयि सदयभावं पशुपतिं चिदालम्बं साम्बं शिवमतिविडम्बं हृदि भजे അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. 3 വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടവനായ ശിവനെ ഞാൻ ഭജിക്കുന്നു. ത്രിപുരാസുരന്മാരെ ഭസ്മീകരിച്ച ശിവനെ ഞാൻ ഭജിക്കുന്നു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നീ താതാത്മ്യത്തെ ഇല്ലാതെയാക്കുന്ന സൂര്യചന്ദ്ര അഗ്നി എന്നീ 3 കണ്ണുകളോടുകൂടിയ ശിവനെ ഞാൻ ഭജിക്കുന്നു. ഈ സ്തുതി വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ 3-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി ശങ്കരസ്തോത്രാമൃതത്തിൽ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 3-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ശിവം ഭജേ, ശിവനെ ഞാൻ ഭജിക്കുന്നു, സേവിക്കുന്നു എന്ന് പറഞ്ഞു. എവിടെ? ഹൃദയത്തിൽ, അന്തഃകരണത്തിൽ. എൻ്റെ ഹൃദയത്തിൽ ഞാനിതാ ശിവനെ ഭജിക്കുന്നു, അഥവാ ശിവത്തെ ഭജിക്കുന്നു. എങ്ങനെയുള്ള ശിവനെ? ത്രൈവേദ്യം. ത്രൈ എന്ന് പറഞ്ഞാൽ ത്രയാണാം സമാഹാരഃ, 3 ചേർന്നതാണ്. ഋക്ക്, യജുസ്, സാമം. വേദത്തിന് 3 ലക്ഷണങ്ങളാണ്. ഋഗ് ലക്ഷണവും യജുർ ലക്ഷണവും സാമലക്ഷണവും. നമുക്കിങ്ങനെ പറയാം, പദ്യാത്മകം, ഗദ്യാത്മകം, ഗാനാത്മകം. വേദവിഭാഗങ്ങൾ 5 ഉണ്ടെങ്കിലും, അതായത് ഋഗ്വേദം, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 5 വിഭാഗം വേദങ്ങളുണ്ടെങ്കിലും വേദലക്ഷണം 3 അതുകൊണ്ട് വേദത്തിന് ത്രയീ എന്ന് പറയാറുണ്ട്. ത്രയാണാം സമാഹാരഃ. വേദങ്ങളിലൂടെ മുഴുവൻ അറിയപ്പെടേണ്ടവനാരോ അവൻ ത്രൈവേദ്യൻ. വേദൈശ്ച സർവൈരഹമേവ വേദ്യഃ. എല്ലാ വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടവൻ ഞാനാണ്. ഭഗവാൻ ഗീതയിൽ പറയും, പരമാത്മാവെന്നർത്ഥം. ഇപ്പോൾ സകല വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടുന്ന പരമാത്മ തത്വമാണ് ത്രൈവേദ്യഃ. തം ത്രൈവേദ്യം. ദ്വിതീയ ഏകവചനമാണ് അവിടെ. 3 വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടുന്നവനെ ശിവനെ ഞാൻ ഭജിക്കുന്നു. ആരെ ഭജിക്കുന്നു? ഹൃദ്യം, ഹൃദ്യനായവൻ. ഹൃദ്യൻ എന്നുള്ളതിന് ഹൃദയവാസി എന്നർത്ഥം പറയാം. ഹൃദയത്തിൽ നിവസിക്കുന്നവൻ അഥവാ ഹൃദയത്തിന് ചേരുന്നവൻ. അങ്ങേയറ്റം മനോഹാരിതയോടുകൂടി, അങ്ങേയറ്റം സൗന്ദര്യധാമമായി, അങ്ങേയറ്റം ആകർഷണീയങ്ങളായ ലീലകളെ കൊണ്ട് ഹൃദ്യനായവൻ. അപ്പോൾ ആരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമോ അവൻ ഹൃദ്യൻ. ആര് സുമനോഹര ലീലകളെ കൊണ്ട് ഹൃദയത്തിൽ പ്രതിഷ്ഠിതനാകുന്നുവോ അവൻ ഹൃദ്യൻ. മനോഹര ഭാവത്തോടൊത്തവൻ. ശിവമെന്നുള്ള ആത്യന്തിക സത്യത്തെ നിരൂപണം ചെയ്താലും, ഇനി ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര രൂപമാകുന്ന സകല കർമ്മങ്ങളെയും ചെയ്ത് അനുഗ്രഹിക്കുന്നവനായാലും, അപ്പോൾ ശിവൻ ധർമ്മ സംസ്ഥാപനാർത്ഥം അനേകം ലീലാശരീരങ്ങളെ സ്വീകരിച്ച് അനേക ധർമ്മപ്രവൃത്തികളെ ചെയ്യുന്നവനായാലും ഇതൊക്കെ ഹൃദ്യഭാവങ്ങളാണ്. അതുകൊണ്ട് ത്രൈവേദ്യനെ ഞാൻ ഭജിക്കുന്നു, ഹൃദ്യനെ ഞാൻ ഭജിക്കുന്നു. ആരെ ഭജിക്കുന്നു? ത്രിപുരഹരം. ത്രിപുരഹരം ഭജേ. ത്രിപുരഹരനെ ഞാൻ ഭജിക്കുന്നു. ത്രിപുരാസുരന്മാർ ലോകത്തെ മുഴുവൻ ബാധിക്കുന്നവരായി 3 പുരങ്ങൾ അങ്ങനെ സഞ്ചരിക്കുകയാണ്.
സുവർണപുരമുണ്ട്, രജതപുരമുണ്ട്, ലോഹപുരമുണ്ട്. ഈ 3 പുരങ്ങളിൽ സർവശക്തിശാലികളായിട്ട് ത്രിപുരാസുരന്മാരങ്ങനെ സഞ്ചരിക്കുകയാണ്. ആർക്കും അവരെ നശിപ്പിക്കാൻ വയ്യ, അവരുടെ അനുഗ്രഹ ബലം കൊണ്ട്, വരലബ്ധി കൊണ്ട്. എന്നാൽ അവർ ജഗന്നാശകാരികളായപ്പോൾ ശിവൻ അവരെ ഭസ്മീകരിച്ചു. അങ്ങനെ ശിവൻ ത്രിപുരാരിയായി, പുരഹന്താവായി. ഇനി വേറൊരർത്ഥം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിവയാണ് 3 പുരങ്ങൾ. പുരത്രയേ ക്രീഡതിയശ്ച ജീവ തതഃ സുജാതം സകലം വിചിത്രം എന്ന് ഉപനിഷത്ത് പറയും, കൈവല്യോപനിഷത്തിൽ. അപ്പോൾ ജാഗ്രസ്വപ്ന സുഷുപ്തികളാകുന്ന പുരങ്ങളോട് താതാത്മ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സംസാരത്തിൽ പരിഭ്രമിക്കുന്നത്. ഇതല്ല നിൻ്റെ പാരമാർത്ഥിക സ്വരൂപം എന്നുള്ള തത്വബോധപ്രധാനത്തിലൂടെ ഈ ത്രിപുരങ്ങളുമായുള്ള താതാത്മ്യത്തെ ഇല്ലാതാക്കുന്നവൻ ത്രിപുരാരിയാണ്, പുരഹന്താവാണ്. ഇപ്പോൾ 2 രീതിയിലും പറയാം. ഒന്നുകിൽ ത്രിപുരാസുരന്മാരെ കൊന്ന, അല്ലെങ്കിൽ ജാഗ്രസ്വപ്ന സുഷുപ്തികളാകുന്ന ത്രിപുരങ്ങളോടുള്ള താതാത്മ്യത്തെ ഇല്ലാതാക്കുന്ന. രണ്ടായാലും ത്രിപുരഹരം, ആദ്യം. സകല പ്രപഞ്ച വികാരങ്ങൾക്ക് മുമ്പേ ഉള്ള സദേവ സോമേതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കും. ഹേ സൗമ്യ, നാമരൂപാത്മക ഭാവങ്ങളെല്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പ് ഏകമായ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഏകമായ സത്താണ് ആദ്യം, അഥവാ സർവജഗത് പ്രതിഭാസങ്ങൾക്കും കാരണമായത് ആദ്യം. അങ്ങനെയുള്ള ആദ്യനെ ഞാൻ ഭജിക്കുന്നു. ആരെ ഭജിക്കുന്നു? ത്രിനയനം, 3 കണ്ണുകളോട് കൂടിയവനെ ഞാൻ ഭജിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നീ 3 കണ്ണുകളോട് കൂടിയവൻ. അവിടുത്തെ 3ാമത്തെ കണ്ണിൽ അഗ്നിയാണ്, ജ്ഞാനാഗ്നി. ആ ജ്ഞാനാഗ്നി വേണമെങ്കിൽ ലോകനാശകരമാകുന്ന അഗ്നിയാകും, വേണമെങ്കിൽ ലോകരക്ഷാകരമായ അഗ്നിയുമാകും. അങ്ങനെ 3 കണ്ണുകളോടൊത്തവൻ ത്രിനയനൻ. ഭൂതത്തെയും വർത്തമാനത്തെയും ഭാവിയെയും ഒരുപോലെ കാണുന്നവൻ, അവനും ത്രിനയനൻ തന്നെ. അഥവാ ഊർധ്വ മധ്യമ അധോലോകങ്ങളെ മുഴുവൻ കാണുന്നവൻ, അവനും ത്രിനയനൻ തന്നെ. ഇങ്ങനെ ത്രിനയനന് ഞാൻ ഭജിക്കുന്നു. ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ശിവം ഭജേ. ഇങ്ങനെയെല്ലാമുള്ള ശിവനെ ഞാൻ ഭജിക്കുന്നു. വീണ്ടും വിശേഷണങ്ങളാണ്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.